ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് ഒരു പുതിയ വ്ളോഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കുറേ കാലമായി നമ്മൾ വ്ളോഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്പോട്ട് എവിടെയാണെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളോടുള്ള വഴി. കുറേ കാലമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതുപോലുള്ള കുറേ തിരക്കുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വൈകാതെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോണ സ്ഥലം ചിറക്കൽ ഭാഗത്തുള്ള മീൻചട്ടി എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഭയങ്കര അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൽ കുറേ കായലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായ സ്ഥലങ്ങളാണ്. അങ്ങനെ പാടം പറമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരേ പൊളി 100-110 വിടുകയാണ് കാറിൽ. വിശന്നിട്ടേ അങ്ങനെ നമ്മൾ ഒടുവിൽ സഞ്ചരിച്ച് മീൻചട്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പറയാൻ മറന്ന് ഒരു കാര്യം, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ചെയ്യൂലേ? നിങ്ങളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ കാറും ബൈക്കും എല്ലാതും ഇപ്പം വന്നാൽ മീൻചട്ടികളാണ്. നിങ്ങളൊന്ന് നോക്കിയപ്പോൾ അവിടുത്തെ തിരക്ക്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ 2 മീൻചട്ടി ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ചെന്ന് പോയപ്പോഴാണ് അറിയണത് അവിടെ ഫുഡ് കഴിക്കാൻ ബുക്ക് ചെയ്യണം. അപ്പം അതിനിടയ്ക്ക് തലയിട്ട് നോക്കണ പൊട്ടനാണ് ഞാൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒട്ടുമിക്ക ആൾക്കാരും സീറ്റ് ബുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അപ്പയും ഓർഡർ കൊടുക്കാൻ പോയിട്ട് അതാ വരുന്നു എൻ്റെ അപ്പ. അവിടെ വലിയൊരു മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും മീനിന് മാത്രമുള്ള മെനു. അതിൽ പലതരം മീനുണ്ട്. കരിമീൻ, കാളാഞ്ചി, ചെമ്പല്ലി, പൂമീൻ, കിളിമീൻ, കിളിയില്ലാത്ത മീൻ, അങ്ങനെ പലതരം മീനുകളുണ്ട്. അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്നിരിക്കണം. ഷെസി ഇതാ എപ്പോഴാണ് ഫുഡ് വരികയെന്ന് നോക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഉള്ളിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല മീനൊക്കെ ചുട്ടരച്ച് ചുമരും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു ഉണ്ണിയപ്പവും ഒരു പായസം വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സദ്യയാണ്. ബാക്കിയുള്ള ദിവസമൊക്കെ ഊണാണ് ഉണ്ടാവാറ്. അപ്പോൾ ഒരു സദ്യക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനപ്പോഴാണ് ചോറ് വരാൻ വേണ്ടി കാത്തിക്കുകയാണ് തിന്നാൻ വേണ്ടിയിട്ടേ. അങ്ങനെ സാമ്പാർ വന്ന്, പിന്നെ കൂട്ടുകറിയായിട്ട് മോരുകറി, ഉണക്കച്ചെമ്മീൻ്റെ കറി, മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നല്ല നമ്മളെ മെയിൻ ഐറ്റം. നമ്മൾ ഒരു വെറൈറ്റി സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാളാഞ്ചി പൊരിച്ചത്, നിർത്തി പൊരിച്ചത്. എന്നിട്ടാണെന്നൊന്നും അറിയില്ല, എന്തായാലും പൊരിച്ചതാണ്. പിന്നെ ചിക്കൻ കൊണ്ടുള്ള എന്തൊരു കൊണ്ടാട്ടം ഓർഡർ ചെയ്തത്, പിന്നെ ഒരു കൂന്തൽ റോസ്റ്റും. ഒടുവിലെ കാത്തിരിപ്പിന് ശേഷം കൂന്തളും ചിക്കൻ കൊണ്ടാട്ടമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. പിന്നെയാണ് നമ്മളെ മെയിൻ ഐറ്റം വന്നത് കാളാഞ്ചി, എന്തൊക്കെ മസാല ഒക്കെ തേമ്പിയത്. ഭയങ്കര ചൂടാണ് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സാധനം ഞാൻ ഒരു ചെറിയൊരു കഷ്ണം എടുക്കാനേ പറ്റുള്ളൂ, ഭയങ്കര ചൂടായതുകൊണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ആ കാളാഞ്ചി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ടേസ്റ്റുള്ള മീനും മറ്റു വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചിക്കൻ കൊണ്ടാട്ടാണ്. പിന്നെ ഒരു പാലട പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലാസ് കുറച്ച് വലുപ്പം കൂടി എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകി ടിഷ്യൂനൊക്കെ കൈ ഉടക്കുകയാണ്. പക്ഷേ ഒരാൾക്ക് 4 ടിഷ്യൂവാണ് കൈ ഉടക്കാൻ വേണ്ടതെന്നാണ് നമ്മളെ ഷെസിയുടെ അഭിപ്രായം. ഫുഡ് കഴിക്കൽ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകുക വെച്ചിട്ടാണ് ഓൻ ഓടുന്നത്. അങ്ങോട്ട് എല്ലാവരെയും തിക്കി മാറ്റിയിട്ട് ഓണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ച് വരികയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈസ് എന്നുള്ളത് ആ മീനാണ്. ഇവിടുത്തെ മീനാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മളെ ഷനു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയി അവിടെ ആ കായൽ തീരത്താണ്. ഭയങ്കര അടിപൊളി കാറ്റാണ് അവിടെ ഉള്ളത് കേട്ടോ. അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ നല്ല വ്യൂ ആണ് അവിടെ കാണാനൊക്കെ. അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ മീൻ പിടിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് കേട്ടോ. അവിടെ 3 ആൾക്കാർ അപ്പുറത്ത് മീൻ പിടിക്കണമൊക്കെ ഉണ്ട്. അതാ കാണാണ്ടി നിങ്ങൾ എന്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിരിക്കും ഡിസ്ലൈക്ക് ചെയ്യുക. അതിലൊരു ഡിസ്ലൈക്ക് ഒന്നും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.